വായനശീലമാക്കിയ ഒരു ഗ്രാമത്തെ നമുക്ക് പരിചയപ്പെടാം. കോട്ടയത്താണ്. കോട്ടയം ആലപ്പുഴ അതിർത്തിയിലെ നീലംപേരൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം. പേര് തന്നെ അടിപൊളി അല്ലേ, നീലംപേരൂർ. ഈ ഗ്രാമത്തിലെ ജനത മാസത്തിൽ ഒരിക്കൽ വായനയ്ക്ക് വേണ്ടി ഒത്തുകൂടും. പുസ്തകങ്ങളൊക്കെ അവർ പരിചയപ്പെടും. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ജന്മനാട് കൂടിയാണ് നീലംപേരൂർ. നീലംപേരൂർ പടയണി കലാരൂപത്താൽ പേരുകേട്ട ഗ്രാമം. എന്നാൽ അതിനപ്പുറം വായനയെ ചര്യയാക്കിയ ഒരു ജനതയുടെ ഗ്രാമം കൂടിയാണ് നീലംപേരൂർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ജന്മനാടായതുകൊണ്ടാവാം പുസ്തകങ്ങളും വായനയും ഈ ഗ്രാമത്തിന്റെ പാരമ്പര്യവും സംസ്കാരവുമായി മാറിയത്. PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വായനാക്കൂട്ടം നടന്നു വരുന്നത്. മാസത്തിൽ ഒരു ദിവസം ഗ്രാമത്തിലെ പുതിയ തലമുറയും പഴയ തലമുറയും ഒന്നിച്ചുകൂടും. ആ ദിവസം ഒരു പുസ്തകത്തെ പരിചയപ്പെടും. ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി പുസ്തകത്തെ ശ്രോതാക്കൾക്ക് വിവരണം ചെയ്തു കൊടുക്കും. പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചകളും നടക്കും. വായിച്ചു വളരുക എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മുത്തശ്ശനെ പറ്റിയുള്ള അറിവുകൾ അല്ലോ മക്കളെ. നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തെപ്പറ്റി, മനുഷ്യന്റെ ആ ഒരു വളർച്ചയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കഥയുടെ രൂപത്തിൽ പ്രതിപാദിച്ചു. ഗ്രാമത്തിലുള്ള വിരമിച്ച അധ്യാപകരും പ്രമുഖരുമൊക്കെയാണ് പുസ്തക പരിചയം നടത്തുന്നത്. തലമുറ വ്യത്യാസമില്ലാതെ നീലംപേരൂർ നിവാസികൾ വായനാക്കൂട്ടത്തിൽ മുടക്കമില്ലാതെ ഭാഗമാവുന്നു. പുസ്തകത്തെക്കുറിച്ച് ഒരു ആധികാരികമായി ഒരാൾ പഠിക്കുകയും നമ്മളെ വായനക്കൂട്ടത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ആ പഠിച്ചയാൾ ഈ പുസ്തകത്തിൻ്റെ ഒരു രൂപം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിലൂടെ പുസ്തക വായന നമ്മൾ നടത്തിയില്ലെങ്കിലും ആ ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുന്നതിന് ഈ വായനക്കൂട്ടം വളരെ പ്രയോജനപ്പെടുന്നു. PN പണിക്കർ സ്മാരക സനാതനധർമ്മ ഗ്രന്ഥശാലയും നീലംപേരൂരിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമാണ് ഈ ഗ്രന്ഥശാല. വായനാക്കൂട്ടം ഗ്രന്ഥശാലയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കൂട്ടാനും സഹായിച്ചിട്ടുണ്ട്. വായന വിരളമാകുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രാമം മാതൃകയാവുകയാണ്. പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒന്നിച്ചു ചേർത്തുള്ള വായനാക്കൂട്ടത്തിന്റെ യാത്ര തുടരട്ടെ. നീലംപേരൂരിൽ നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.